ബിഗ് ബോസ് വീട്ടിൽ അടിയോടടിയാണ് കേട്ടോ. രാവിലെ അനീഷും ഷാനവാസും ഒരടി ഉണ്ടായിരുന്നു, പിന്നെ ബിന്നിയും ആര്യനും ഒരടി ഉണ്ടായിരുന്നു. രാവിലെ ബിഗ് ബോസും ഇതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നവരും പാലിക്കാത്തവരും ആരൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് നിന്നിട്ട് ഇത് പറയണം. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിൽ സീൻ കോൺട്ര ആയത് നമ്മുടെ രേണുസുതിയുടെ കാര്യമാണ്. അനു വന്നിട്ട് രേണുസുതിയുടെ പേരാണ് പറയുന്നത്, വൃത്തിയില്ല എന്നുള്ളത്. അതായത് തല നനയ്ക്കണം, തല നനച്ചില്ലെങ്കിൽ പെയിനുണ്ട്, ഇവിടെയൊക്കെ പെയിൻ പുറത്തേക്കൊക്കെ വന്നിരിക്കുന്നുണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാകും, അപ്പോൾ അതുകൊണ്ട് തല നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അനു രേണുസുതിയെ പറയുന്നുണ്ട്. രേണു അപ്പോഴൊന്നും പറഞ്ഞില്ല. പക്ഷേ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് വീടിനകത്ത് കയറിക്കഴിഞ്ഞിട്ടൊരു കരച്ചിൽ തുടങ്ങിയിട്ട് രേണു ബെഡിൽ കമന്ന് കിടന്ന് കരയാണ് ഈ നിമിഷം വരെ. ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ഞാൻ ക്വിറ്റ് ചെയ്യാൻ റെഡിയാണ്, എൻ്റെ മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, എനിക്ക് എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്, നിങ്ങൾ എന്നെ പുറത്തേക്ക് വിടൂ പ്ലീസ്, എനിക്ക് ക്വിറ്റ് ചെയ്യണം, വേണമെങ്കിൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അകത്ത് നിന്നിട്ടും രേണു പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല. ഏത് സമയം ഈ തല ഇങ്ങനെ ചൊറിഞ്ഞു നടപ്പ് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരും അവിടെ രേണുവിനെ പറഞ്ഞു. പക്ഷേ അനു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞതാണ് രേണുവിന് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഴുവൻ രേണു നമ്മുടെ സെപ്റ്റി ടാങ്കാണ് കൊണ്ടുപോയതെങ്കിൽ ഈ ആഴ്ച ഇനിയിപ്പോൾ അനു പറഞ്ഞ ഈ ഒരു വിഷയം കൊണ്ടുപോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അനുവിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അനു ഇതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് രേണുവിനോട് തുറന്നു പറഞ്ഞത്. പക്ഷേ രേണുവിന് അതെല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് വലിയൊരു നാണക്കേടായിട്ട് മാറിയിട്ടുണ്ട്. അത് പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, നാണക്കേടായി, എല്ലാവരും കേട്ടു, ആകെ നാണക്കേടായെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ പലരും ഒളിഞ്ഞു നിന്ന് പറഞ്ഞത് അനു പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇന്നലെ സരിക ലൈവിൽ നമ്മൾ കണ്ടതാണ്. സരിക വളരെ മോശമായിട്ട് രേണുവിനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. രേണു തല ചൊറിഞ്ഞിട്ട് പറത്തി വിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സരിക ഒരു ഗ്രൂപ്പിലിരുന്നിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അനു നേരെ പോയി ഡയറക്റ്റായിട്ട് അത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും സീൻ കോൺട്രി ആയിട്ട് അവിടെ വിഷയം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ ആദിലയും നൂറയും റിന ഫാത്തിമയും ആയിട്ടൊരു വഴക്ക് വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.